Hello guys, welcome to Mingle and Moose. So welcome to my Eid mini vlog. So starting with തലേ ദിവസത്തെ രാത്രി ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം ഡ്രസ്സ് എടുക്കുന്നതിന് തുടങ്ങാം. സോ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ സ്റ്റുഡിയോ പോവാണ്. ബാക്കി കാണാം. സ്റ്റുഡിയോയിൽ എത്തിയിട്ടാണെങ്കിൽ എനിക്ക് തീരെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അധികം കളക്ഷനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അവസാനം കണ്ടുപിടിച്ചതാണ് ഈ സൽവാർ. പക്ഷേ ഈ സൽവാറിന് എന്തോ ഒരു കൺസ്ട്രക്ഷൻ മിസ്റ്റേക്ക് എന്തോ ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഓഫൻ. സ്റ്റുഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. ലൈക്ക് ഒന്നുമില്ലെങ്കിൽ ഫിറ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനിൽ പ്രോബ്ലം. എനിക്കങ്ങ് ഒരിക്കലും സെറ്റ് ആവാറില്ല ഇവിടെ നിന്ന്. സോ അവിടെ നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. എനിക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോന്ന് ഒരു ഡ്രസ്സും കിട്ടിയില്ല ഗൈസ്. പായ്ക്കെന്തെങ്കിലും കിട്ടിയോ പായ്? എനിക്ക് കിട്ടി. ഇതിന്റെ ക്യാമറ ഇവിടെ എനിക്ക് കിട്ടിയ ഒരു ശ്രീ ബാലാജി ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടിയല്ലേ. അപ്പൊ പായ്ക്ക് കിട്ടി ഗൈസ്. എനിക്കിതുവരെ പെരുന്നാൾ ഡ്രസ്സായിട്ടില്ല. ഞാൻ പെരുന്നാൾ വ്ലോഗ് എടുക്കാൻ വേണ്ടി നടക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഇടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അവസ്ഥ എന്നല്ലേ. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇവിടെ ഫുൾ അലഞ്ഞ് കിടന്നിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടില്ല പെരുന്നാളുടെ. പിന്നെ ഞാനായിട്ട് സെപ്റ്റോയിൽ ഓർഡർ ചെയ്തു. കിട്ടിയൊരു ഡ്രസ്സ് അതിനിപ്പോൾ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കുറേ നേരമായി ഓർഡർ ചെയ്തിട്ട്. ഇനിയിപ്പോൾ എൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം, പിന്നെ മെഹന്തി ഇടണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്നിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. ഡ്രസ്സ് പോലും ആയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഈദിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. കുഴപ്പമില്ല, ലെറ്റ്സ് സി. എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ നടക്കുന്നതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ അങ്ങനെ തന്നെ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ലെറ്റ്സ് സി. ആണെങ്കിൽ നാളെ വർക്കുണ്ട്. ഞാൻ എന്നിട്ട് ലീവ് എടുത്തതാണ് ഇതിനു വേണ്ടി. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഇതിങ്ങനെ നിൽക്കുക ഒരു പോസ്റ്റിലാണ്. പക്ഷേ സെറ്റാക്കണം. അപ്പം തന്നെ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് മെഹന്തി ഇടാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. ഈ സാധനത്തിൽ നിന്ന് വരുന്നില്ല ഗൈസ്. ഫുൾ എനിക്കറിഞ്ഞൂടാ. ഇന്നലെ അത്ര ഫുള്ള് ഒന്നും നടക്കുന്നില്ല പ്ലാൻ ചെയ്ത പോലെ. എൻ്റെ പൊന്നോ, അന്നൊരു മെഹന്തി ഇടാന്ന് വിചാരിച്ചോ, മെഹന്തി ഇങ്ങനെ. ഡ്രസ്സ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ നാളെ രാവിലെ സെറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ഈ കൊച്ചു ബാംഗ്ലൂരിൽ നടക്കണത്. നല്ല അലമ്പായിട്ടുണ്ട് ഇപ്പോൾ കൈ. കാരണം ഈ കോണിൽ നിന്ന് ഞാൻ പ്രസ് ചെയ്ത് എൻ്റെ കൈ വീണിരിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് വരയ്ക്കാൻ പറ്റുന്നില്ല. ഇത് വലിയ പ്രോഗ്രസ് ആവുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ എന്തേലും കാണിച്ച് കൈ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കണം. ഇതിപ്പോൾ കണ്ടിന് ഏതാണ്ട് വിലം കിട്ട പോലുണ്ട്. അതെങ്കിലും ഒന്ന് മാറ്റിയെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഐ ഗിവ് എ പ്രൈസ്. ഇത് നടക്കുന്നില്ല, ഇതെങ്ങും എത്തുന്നില്ല. ഭയങ്കര പാട്. ഞാൻ തുറച്ചിടാൻ പോവാം. എന്നിട്ട് നാളെ വൃത്തിക്കൊരു നല്ല കോണൊക്കെ വാങ്ങിച്ചിട്ടിടാൻ വിചാരിക്കുക. കാരണം ഇങ്ങനെ ഇട്ടിട്ട് ആർക്കും കൊള്ളാത്ത രീതിയിൽ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഇടുമ്പോൾ മര്യാദക്കിടണ്ടേ? അതുകൊണ്ട് തുറച്ച് നിൽക്കുന്നു. ഇന്നത്തെ പ്ലാനെല്ലാം തീരുമാനമായി. ഇനി നാളെ നമുക്ക് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. അത്രയും എൻ്റെ കൈ ഞാൻ പിന്നെ ഫുള്ള് തുറച്ച് കാണും. എല്ലാം ഇട്ട് കൊടുത്തേക്കാം. പെരുന്നാളൊക്കെ ആയിട്ട് എന്താ ചാവട്ടെ. നാളെ ഇനി ബിരിയാണി കൂടെ കൊളാവാൻ എനിക്ക് പയ്യ. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലീവ് എടുത്ത് വെറുതെ ആവും. നിങ്ങൾക്ക് പല ആരെങ്കിലും കൊണ്ട് ടേക്ക് ലീവ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. രാവിലെ എണീച്ച് നമുക്ക് ഈദ്ഗാഹിന് പോവാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഈദ് മുബാരക്. ഈദായി. ഇതാ ഓൾറെഡി ആയല്ലോ. ഇപ്പം ഈദ്ഗാഹിന് പോകണം പായോട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇപ്പോഴും ഫിഗർ ഔട്ട് ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്ന ഒരു 3 ഓപ്ഷനിൽ നിന്ന് ഇതിലിട്ടിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഞാൻ ഔട്ട്ഫിറ്റ്
ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കുക വേഗം. അപ്പോൾ റൈറ്റ് നൗ ഐ ഹാവ് 3 ഓപ്ഷൻസ്. ഞാനൊക്കെ എന്ത് കാണിച്ചു തരാം എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളതെന്ന്. അതിന് ചൂസ് ചെയ്യണം. പക്ഷെ ഇപ്പം നമുക്ക് ഇതിന് മുമ്പ് പെട്ടെന്ന് പോകാനും ഉണ്ട് ഇറങ്ങാനും ഉണ്ട്. അപ്പോൾ സോ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. സോ അപ്പോൾ ഇതാണ് ഓപ്ഷൻ. പക്ഷേ ഓപ്ഷൻ വേണ്ടത് ഓപ്ഷൻ അല്ലാതെ എനിക്ക് മനസ്സിലായി അത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് അവിടെ ഇപ്പം തന്നെ എൻ്റെ തലയിൽ നിന്ന് ഉറങ്ങി പോകാൻ നേരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ കഴിച്ച് ഇതാണ് ഓപ്ഷൻ 2. പാൻറ് ഷോളുണ്ട്. പക്ഷെ എന്തോ ഇത് കാണാൻ രസമുണ്ട്. പക്ഷെ എൻ്റെ കൈ ഇച്ചിരി ടൈറ്റാണ്. അതുകൊണ്ട് ഐ തിങ്ക് Or should I wear this? I don't know. Maybe show matching. Let me go for the top. കാണാൻ വന്ന എന്നെ എടുത്തിട്ട് അല്ലാഹു അക്ബർ വലില്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. സൈഡ് അഭിപ്രായം പറയുന്നു. നമ്മള് ചായയും കടിക്കും വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ ഞങ്ങള് ഈദ്ഗാ കഴിഞ്ഞിട്ട് ഇറങ്ങി ഗൈസ്. ഇവിടുത്തെ കട്ട്ലറ്റ്സും സർപ്രൈസും ഒക്കെ കിട്ടി ഗൈസ്. പിന്നെ ഞങ്ങൾ വന്നത് ഷിക്കാരിപ്പാലയിലുള്ള ഷംസ് സ്കൂൾ, ഇവിടത്തെ സൽഫി മസ്ജിദിന്റെ അടുത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈദ്ഗാഹിന് വന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. അതെ, വഴിയൊക്കെ തെറ്റി കുറെ കറങ്ങി തിരിച്ചെത്തിണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ തിരിച്ചെത്തി. അപ്പൊ ഗൈസ് ഞാൻ എന്താ സ്ലിക്കിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചുരിദാറാണ്, അനാർക്കലിയാണ്. അപ്പോൾ അത് വരട്ടെ, അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അത് വന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതിന് മുന്നേ നംനം ആൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ എന്താ ഇവിടെ ഗ്യാസ് തീർന്നു, അതുകൊണ്ട് കുക്കിംഗ് ഇച്ചിരി ഇഷ്യൂ ഉണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ 5 ദിവസം എടുക്കും ഗ്യാസ് കിട്ടാൻ. സ്കാസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ സ്ലിക്കിൻ്റെ ബാക്കിൻ്റെ ഞാൻ പൊട്ടിച്ചോക്കെ എന്താ അവസ്ഥ എന്നറിയാമോ? ഞാനൊരു ഓറഞ്ച് കളർ എന്നാക്കിയിട്ട് നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം. ഹായ്, ട്രെഡിങ്ങിന് വേണ്ടി നമുക്ക് ആലോചിക്കാൻ തോന്നുന്നു. കണ്ടിട്ട് ചിരിക്കുമ്പോൾ ചോറിൻ്റെയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യല്ല. ഇനി ഞാൻ ഇട്ടിട്ട് നല്ലയാണോ അല്ലയോ നമുക്ക് നോക്കാം. സോ യാ, ഇതാണ് ഗൈസ്. ഞാൻ ഫോട്ടോയിൽ കണ്ടത്ര സെറ്റപ്പില്ല. അല്ലെ മേ ബി ഇതൊന്നും സ്റ്റൈൽ ചെയ്ത ചെപ്പിക്ക് രസം ഉണ്ടാവും, പക്ഷെ നോട്ട് മൈ കപ്പ് ഓഫ് കോഫി. സോ അടിക്കാൻ പോവാം. അങ്ങനെ വലിയ എൻ്റെ പെരുന്നാൾ ഡ്രസ്സും ഫ്ലോപ്പായ സ്ഥിതിക്ക് അടുത്ത ഡ്രസ്സ് വാങ്ങാനുള്ള മൂടി നിൽക്കുകയോ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ബി ബൈയിങ് എ ഡ്രസ് ദിസ് സീറ്റ്. തീരുമാനമായി. ഇതായിരുന്നു എൻ്റെ ഒരു ഹോപ്പ്, ബട്ട് ദിസ് ഈസ് നോട്ട് ഗോണ ഹാപ്പൻ. സുഖമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭംഗിയില്ല അല്ലേ. നമുക്ക് ഈ പ്ലാനുകൾ ഡ്രോപ്പ് ചെയ്യാം. ഇത് റിട്ടേൺ അടിക്കാം.
അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇതുവരെയുള്ള പരിപാടി ഇങ്ങനെ പോയി. നമ്മുടെ അടുത്ത പ്രതീക്ഷയാണ് ബിരിയാണി. ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. എൻ്റെ ബിരിയാണി സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരു ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ബിരിയാണി പോട്ട് ഇൻഡക്ഷനിൽ വർക്കാവുന്നില്ല. അപ്പോൾ എൻ്റെ പരിപാടി എൻ്റെ ഒരു പ്ലാൻ വീണ്ടും ചെറുതായിട്ടൊന്ന് പാളിയോന്നൊരു ഡൗട്ട്. പക്ഷെ കുഴപ്പമില്ല, കുക്കറും വേറൊരു പാനും കൂടെ ഉണ്ട്. ഞാൻ അത് രണ്ടും വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. സോ ഇറ്റ് ബി റിയലി ടഫ്, ബട്ട് യാ ഐ വിൽ മേക്ക് ഇറ്റ്. ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വി ഹാവ് അവർ മസാലാസ് റെഡി. സോ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വച്ചിരിക്കുന്ന റൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിച്ച് ആഡ് ചെയ്ത് വെക്കാം. സോ ഞാൻ ഇവിടെ വെള്ളം ആഡ് ചെയ്തു, എല്ലാ മസാല ആഡ് ചെയ്തു, ബീ ആഡ് ചെയ്തു. ഞാൻ കുക്കർ അടയ്ക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈസ് കുറച്ചുകൂടെ നൈസായിട്ട് വരും. ഞാൻ കുറച്ച് ലെമണും കൂടി സ്ക്വീസ് ചെയ്തിനകത്ത് ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു കുക്കല്ല ഫ്രൈ ഓണിയൻ. ഫുൾ ഫ്രൈ ചെയ്ത ബിരിയാണി ആണ് മനസ്സിൽ പ്ലാൻ ചെയ്തത്. സോ ഫുൾ ഓണിയൻ ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. സോ ഫ്രൈ ദ ഓണിയൻസ്. ഞാൻ നല്ല ബ്രൗൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഫോർ aesthetic purposes. And now I'm gonna fry കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇത് ഞാൻ വറുത്തെടുത്തു. ഇനി മെയിൻ പരിപാടി ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ നേരെ ടൊമാറ്റോസ് ഇട്ടു. ടൊമാറ്റോസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി, ഫ്രൈ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. സോ ഐ ആം ആഡിങ് മല്ലിയില ആൻഡ് പുതിന. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 10 minutes കുക്ക് ചെയ്യാം. കാണിച്ചു തരാം. ക്ലോസ് ഫാൻസി അല്ലേ, നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പം അതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻഡക്ഷൻ കുക്കറിൽ വർക്കാവുള്ളൂ. അപ്പം ഇത് വർക്കാവുള്ളൂ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം അതിനകത്തോട്ടും ഇതെല്ലാം അതിനകത്തോട്ടും ദം ചെയ്യും. ദം ചെയ്യാനായിട്ട് എനിക്ക് കാണിക്കാൻ വയ്യ, അതുകൊണ്ട് ദം ചെയ്തിട്ട് കാണാം. സോ ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ മല്ലിയില ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് കശുവണ്ടി കരുത്, മറ്റേ പൊരിച്ച സവോള, അതും പിന്നെ കുറച്ച് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹൽദി ദൂതാണ്, ഹൽദി ദൂത് മാത്രം യൂസ് ചെയ്യുന്നത്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തത് ഒന്നുമില്ല, ലെയർ ചെയ്തു. എന്നിട്ട് മറ്റേ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തു. പിന്നെ ഒരെണ്ണത്തിൽ തികയാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിൽ ദം ചെയ്തു. ഇത് സ്മോൾ ക്വാണ്ടിറ്റി, ഇത് ബിഗ് ക്വാണ്ടിറ്റി, അത്രേ ഉള്ളൂ ഡിഫറൻസ്. സെയിം സാധനം തന്നെ. അപ്പം ഇതിൻ്റെ ബാക്കി പരിപാടി സിനിമ കാണുക, ഫുഡ് അടിക്കുക. സോ ബിരിയാണി എടുത്തു. നമുക്ക് വായുടെ എക്സ്പ്രഷൻ നോക്കാം. വായിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു. ഓ അത് തന്നെ. അത് ആദ്യം വായിൽ വെച്ച് പിടിക്കാൻ തോന്നി, പക്ഷെ കഴിച്ചോണ്ട് ഇർഫാന്റെ പശു അങ്ങനെ ഇത് കഴിഞ്ഞ് ഗൈസ്. സോ ബിരിയാണിയൊക്കെ തിന്ന് ഐസ്ക്രീമൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, ലൈക്ക് ഇന്ന് യൂഷ്വലി എന്തെങ്കിലുമൊക്കെ നടക്കാറുള്ളതാ. ലൈക്ക് ഇതിൻ്റെ ദിവസം ഫ്രണ്ട്സ് വരും, അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഒന്നും നടന്നൊന്നുമില്ല.
5 മണിയായപ്പോഴത്തേക്കും എനിക്ക് ക്ഷീണമൊക്കെ ഒന്ന് ഞാൻ നേരെ കയറി കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീറ്റത് 8 മണിക്കാണ്. അപ്പൊ രാത്രി എണീച്ച് ഫുഡ് കഴിച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ബിരിയാണി തന്നെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും കിടക്കാൻ പോവാ. നാളെ മുതൽ തിരിച്ച് പണിക്ക് കയറണം. അപ്പോ തിരിച്ചല്ല, ഒരു ദിവസം ലീവ് എടുത്തുള്ളൂ എങ്കിലും അപ്പോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.